നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇന്ന് രാത്രി വന്ന ഏറ്റവും നടുക്കിയ ഒരു വാർത്തയിലേക്കാണ് ആദ്യം. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 26 ഇതിൽ 12 പേരും കുട്ടികളാണ്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സ്ഥാപന ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിലെ ഗെയിം സോണുകൾ അടച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഓരോ മണിക്കൂറിലും ഈ മരണസംഖ്യ ഇങ്ങനെ ഉയരുകയാണ്. അവിടെ തീ പൂർണ്ണമായി അണയ്ക്കാനും രക്ഷാപ്രവർത്തനത്തിൽ എല്ലാ ആളുകളെയും പുറത്തെത്തിക്കാനുമൊക്കെ സാധിച്ചിട്ടുണ്ടോ? ഈ അപകടത്തെ സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരം, അതിൻ്റെ കാരണങ്ങളടക്കം എന്താണ് വിവരങ്ങൾ? ഇന്ന് വൈകിട്ടാണ് രാജ്കോട്ടിൽ നിന്ന് നാടിനെ നടുക്കിയ വലിയ ദുരന്ത വാർത്ത വരുന്നത്. രാജ്കോട്ടിലെ കുട്ടികൾ കളിക്കാനെത്തുന്ന ഒരു ഗെയിം സോൺ, TRP എന്നത് സൗരാഷ്ട്രയിലെ തന്നെ ഏറ്റവും വലിയ ഗെയിം സോൺ ആണ്. അവിടെയാണ് വൈകിട്ട് തീപിടുത്തം ഉണ്ടാവുന്നത്. ഏതാണ്ട് 90ഓളം പേർക്ക് മാത്രമാണ് ഒരേ സമയം അതിനുള്ളിൽ കയറാൻ കഴിയുക. അതിലേറെ പേർ ഉണ്ടായിരുന്നു. ഒരു വഴി മാത്രം അകത്തേക്കും പുറത്തേക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് മനസ്സിലാക്കുന്നത്. AC-യിൽ നിന്ന് തീ പടർന്നു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പെട്ടെന്ന് ഈ സ്ഥാപനം ആകെ കത്തിപ്പോകുന്ന നിലയിലേക്ക് വൻ തീപിടുത്തമായി അത് മാറി. നിരവധി പേർ അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. ഏതാണ്ട് 30ഓളം പേരെ അവിടെ പരിക്കുകളോടെ പുറത്തെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. തീ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ ഇപ്പോൾ രക്ഷാദൗത്യ സംഘം ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. ഓരോ മണിക്കൂറിലും 1ഉം 2ഉം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു എന്നതാണ് ഈ മരണസംഖ്യ അതിവേഗം ഉയരാനുള്ള കാരണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 26 പേരുടെ മൃതദേഹമാണ് രാജ്കോട്ടിലെ സിവിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. 12 കുട്ടികളുണ്ട്. കുട്ടികളുടെ സംഖ്യയിൽ അല്പം അത് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അന്തിമ കണക്ക് വരേണ്ടതുണ്ട് ഔദ്യോഗികമായി. അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖരൊക്കെ തന്നെ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി ഫോണിൽ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം രക്ഷാദൗത്യം പൂർത്തിയാക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിയിക്കുന്നുണ്ട്. സഹായധനം ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കളക്ടറുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനകം ഒരു റിപ്പോർട്ട് നൽകാൻ ജില്ലാ ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്നതാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ രാജ്കോട്ടിൽ മാത്രമല്ല അഹമ്മദാബാദിൽ അടക്കമുള്ള ഗെയിം സോണുകളൊക്കെ തന്നെ അടച്ചുപൂട്ടാൻ തൽക്കാലത്തേക്ക് അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ പുതിയ വിവരം, ഈ തീപിടുത്തം ഉണ്ടായ ഗെയിം സോണിന് അവിടെ ഫയർ NOC ഉണ്ടായിരുന്നില്ല എന്ന് ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നതാണ് ഈ അപകടം സൂചിപ്പിക്കുന്നത്. വിശദമായ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ശരി, ഗുജറാത്തിലെ ഗെയിം സോണിലാണ് ഈ ഇത്തരത്തിലൊരു വലിയ തീപിടുത്തമുണ്ടായത്. നിരവധി കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് രാജ്കോട്ടിലാണ് ഈ ഗെയിം സോൺ ഉണ്ടായിരുന്നത്. 26 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്ന വിവരമാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് നൽകിയത്. പാലക്കാട് അട്ടപ്പാടി ഗൂളിക്കടവിൽ ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം വീണ് പരുക്കേറ്റ യുവാവ് മരിച്ചു. ഒമ്മല സ്വദേശി ഫൈസലാണ് മരിച്ചത്. വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഫൈസലിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ 3 മണിക്കൂർ വൈകിയിരുന്നു. ഇന്നുച്ചയ്ക്കാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് മരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഫൈസലിന് ഗുരുതര പരിക്കേറ്റത്. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഫൈസലിനെ പ്രവേശിപ്പിച്ചു. ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇല്ലാത്തതിനാൽ ഫൈസലിനെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ 3 മണിക്കൂറോളം വൈകി. ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് എത്തിച്ചാണ് ഫൈസലിനെ കോട്ടത്തറയിൽ നിന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. യാത്രാമധ്യേ മരിച്ചു. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. 24 പാലക്കാട്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. മഴ തോർന്നെങ്കിലും ദുരിതം ബാക്കി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ 2 മരണം. കൊച്ചിയിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയും കാസർഗോഡ് മിന്നലേറ്റ് വയോധികനും മരിച്ചു. കണ്ണൂരിൽ മേൽക്കൂര തകർന്ന 6 വയസ്സുകാരിക്ക് പരുക്ക്. ഗൂളിക്കടവിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. പലയിടത്തും വൻ നാശനഷ്ടവും വെള്ളക്കെട്ടുമുണ്ടായി. കാസർഗോഡ് വെള്ളൂർ സ്വദേശി ഗംഗാധരനാണ് ഇന്നലെ രാത്രി ഇടിമിന്നലേറ്റ് മരിച്ചത്. 76 വയസ്സായിരുന്നു. പുതുവൈപ്പ് ബീച്ചിലെ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയായ ദിലീപും മരിച്ചു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് റോഡിൽ വീട് തകർന്ന് 6 വയസ്സുകാരിക്ക് പരിക്കേറ്റു.
ഇന്നലെ വൈകിട്ടോടെയാണ് അപകടം. പാലക്കാട് ഗൂളിക്കടവിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് ഫൈസൽ എന്ന യുവാവിന് ഗുരുതര പരിക്കേറ്റു. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു വീണു. തലനാരിഴയ്ക്കാണ് വീട്ടുടമ ഗിരിജാകുമാരി രക്ഷപ്പെട്ടത്. എണീറ്റത് കൊണ്ട് അപകടം ഒഴിവായി, അല്ലെങ്കിൽ ഈ ഫാനും എല്ലാം കൂടെ ഇന്നലെ തന്നെ മരണം സംഭവിച്ചേനെ. ഇനിയിപ്പോൾ എന്ത് ചെയ്തൊന്ന് ശരിയാക്കിയിട്ട് തൽക്കാലം താമസിക്കുക, എന്നിട്ട് വീട് ശരിയാക്കണം. MLA പറഞ്ഞ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വീട് വെക്കാം എന്ന് പറഞ്ഞു. കാസർഗോഡ് കനത്ത മഴയിൽ വീടിന്റെ മതിൽ തകർന്നു. നെല്ലിക്കാട്ട് സ്വദേശി യമുനയുടെ വീട്ടുമതിലാണ് തകർന്നത്. വെള്ളക്കെട്ടിനെ തുടർന്ന് പത്തനംതിട്ട പെരിങ്ങരയിൽ വയോധികന്റെ സംസ്കാര ചടങ്ങുകൾ ബുദ്ധിമുട്ടിലായി. വർഷങ്ങളായിട്ട് 4-5 വീട്ടുകാർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ 7ാം വാർഡാണിത്. ഈ സ്ഥലം ഇവിടെ മാറി മാറി വന്ന പഞ്ചായത്തിൻ്റെ ഭരണസമിതികളാരും പരിഗണിക്കാതെ കിടക്കുന്ന 4-5 വീടുകളാണ് ഉള്ളത്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മലപ്പുറത്ത് തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ റോഡിടിഞ്ഞു. ദേശീയപാത വിപുലീകരണത്തിനായി റോഡ് താഴ്ത്തിവെച്ചയിടത്താണ് അപകടമുണ്ടായത്. റാന്നി കോഴഞ്ചേരി പുതുമൺ പാലത്തിലൂടെയുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. 2 ദിവസത്തെ മഴ ശമിച്ചെങ്കിലും മഴക്കെടുതിയിൽ വലയുകയാണ് കൊച്ചിയും പരിസര പ്രദേശങ്ങളും. എറണാകുളം ജില്ലയിൽ മഴ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയത് ആലുവയിലാണ്. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 27 പേരാണ് കഴിയുന്നത്. തകർത്തു പെയ്ത വേനൽമഴയുടെ ദുരിതത്തിൽ തന്നെയാണ് എറണാകുളം ജില്ല. ഇന്ന് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം പെയ്ത മഴ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പുതുവൈപ്പിൻ ബീച്ചിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളി ഇന്ന് മരിച്ചു. പ്രദേശവാസിയായ ദിലീപാണ് മരിച്ചത്. കാക്കനാട് ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീതിയെ തുടർന്ന് 9 കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. ആലുവ മേഖലയിലാണ് മഴ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടാക്കിയത്. പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. പറവൂർ മേഖലയിൽ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ വശങ്ങളിൽ കെട്ടിനിന്ന വെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികൾ പാളിയതോടെ MG റോഡിലും പാലാരിവട്ടത്തും തമ്മനത്തും ഇടറോഡുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി മേഖലകളിൽ കടൽക്ഷോഭത്തിനൊപ്പം കാനകളിൽ നിന്ന് വെള്ളം വീടുകളിലേക്ക് കയറിയതോടെ ജനജീവിതവും ദുസ്സഹമാണ്. പകർച്ചവ്യാധി ഭീതിയും പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും മഴ ശക്തമായതോടെ നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജലാശയങ്ങളിൽ ഇറങ്ങുന്നവർ മുന്നറിയിപ്പ് പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശവും നൽകി. 24 കൊച്ചി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. 6ാം ഘട്ടത്തിലും ആളില്ല. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ 60% പോളിംഗ്. ഉഷ്ണതരംഗം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പിനെ ബാധിച്ചു. ആദ്യ 5 ഘട്ടത്തിലെ വോട്ടെടുപ്പിന്റെ വിവരങ്ങൾ മണ്ഡലാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. ഉഷ്ണതരംഗത്തെ തുടർന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത്. ഹരിയാനയിൽ 10, ബീഹാറിൽ 8, ജാർഖണ്ഡിൽ 4, ഒഡീഷയിൽ 6, ഉത്തർപ്രദേശിൽ 14, ബംഗാളിൽ 8, ഡൽഹിയിൽ 7 കൂടാതെ ജമ്മു കാശ്മീരിലെ ഒരു മണ്ഡലത്തിലും ജനം വിധിയെഴുതി. പോളിംഗ് ശതമാനം കൂട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഇടപെടലുകളെ ചൂട് പിന്നോട്ടടിച്ചു. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വനിതാ വോട്ടർമാരുടെ സാന്നിധ്യവും ബൂത്തുകളിൽ കുറഞ്ഞു. അതിനിടെ ആദ്യ 5 ഘട്ടത്തിലെ പോളിംഗ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. ആകെ വോട്ടർമാരുടെ എണ്ണം, രേഖപ്പെടുത്തിയ വോട്ട്, പോളിംഗ് ശതമാനം എന്നിവയാണ് പ്രസിദ്ധീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന ഹർജി പിന്നീട് പരിഗണിക്കാൻ സുപ്രീം കോടതി മാറ്റിയതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാണെന്നും ക്രമക്കേട് സാധ്യമല്ലെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അവസാനഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം നേതാക്കൾ ശക്തമാക്കി. ബീഹാറിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും ഇന്ത്യ മുന്നണിക്കെതിരെ ആഞ്ഞടിച്ചു. ജൂൺ 1-നാണ് ഇനി വോട്ടെടുപ്പ്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ഡൽഹിയിൽ വോട്ട് ചെയ്തു. വിദേശകാര്യമന്ത്രി S ജയശങ്കറും സോണിയാഗാന്ധി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവരും ഇന്ന് വോട്ട് ചെയ്ത പ്രമുഖരിൽപ്പെടുന്നു. ആം ആദ്മി പാർട്ടിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു.
बहुत ही महत्वपूर्ण तस्वीर भारत में लोकतंत्र की देश की जो फर्स्ट नागरिक है, फर्स्ट सिटीजन। ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തുടങ്ങിയ പ്രമുഖർ അതിരാവിലെ വോട്ട് രേഖപ്പെടുത്തി. ഡൽഹി നിർമ്മാൺ ഭവനിൽ സോണിയാഗാന്ധി വോട്ട് ചെയ്തു. ലോധി എസ്റ്റേറ്റിലെ ആദർശ് വിദ്യാലയത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വോട്ട് രേഖപ്പെടുത്തി. താൻ വോട്ട് ചെയ്തത് ആം ആദ്മി പാർട്ടിക്കെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. I voted for an Aam Aadmi Party candidate. So that is the interesting thing. In fact, I mean, lots of people are doing things which they had never done before. ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി മിർസാപൂരിൽ വോട്ട് ചെയ്തു. ഇലക്ഷൻ കമ്മീഷണർ സുഖ്ബീർ സിംഗ് സന്ധുവും കുരുക്ഷേത്രയിലെ BJP സ്ഥാനാർത്ഥി നവീൻ ജിൻഡലും സ്വന്തം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി. AAP നേതാവും മന്ത്രിയുമായ അതിഷി മർലേന, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കപിൽ ദേവ്, പ്രിയങ്ക ഗാന്ധി, മക്കളായ റേഹാൻ, മിരായ എന്നിവരും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. JJP നേതാവ് അജയ് ചൌട്ടാല ഹിസാർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാറും വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും സ്ഥാനാർത്ഥിയും അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകളുമായ ബാൻസുരി സ്വരാജും വോട്ട് രേഖപ്പെടുത്തിയ പ്രമുഖരിൽ പെടുന്നു. പ്രവർത്തകരെ പോലീസ് കൂട്ടത്തോടെ ജയിലിൽ അടയ്ക്കുന്നുവെന്നാരോപിച്ച് PDP നേതാവ് മെഹബൂബ മുഫ്തി പോളിംഗ് ബൂത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും രാജ്യസഭാ MP-യുമായ സ്വാതി മലിവാൾ അതിരാവിലെ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. പ്രതിരോധത്തിലായി സർക്കാർ. ബാർക്കോഴ വിഷയത്തിൽ മലക്കം മറിഞ്ഞ് പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ ബാർ ഉടമകളുടെ മുൻ സംഘടനാ നേതാവ് അനിമോൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പണം ആവശ്യപ്പെട്ടത് സംഘടനാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണെന്നാണ് അനിമോന്റെ വാദം. സംഘടനാ യോഗത്തിൽ അപമാനം നേരിട്ടെന്നും അപ്പോഴത്തെ മനോനിലയിൽ പറഞ്ഞത് മാറിപ്പോയെന്നും വിശദീകരണം. ബാർ ഉടമ സംഘം പ്രസിഡന്റായ B. സുനിൽകുമാറിന്റെ വാദം ന്യായീകരിക്കും വിധമാണ് അനിമോൻ അംഗങ്ങൾക്ക് പുതിയ സന്ദേശം അയച്ചത്. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിന് ആരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പുതിയ ബാർക്കോഴ വിവാദത്തിന് തുടക്കം കുറിച്ച അനിമോന്റെ ശബ്ദ സന്ദേശമാണിത്. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിനും ബാറുകളുടെ സമയം കൂട്ടുന്നതിനും കാണേണ്ടവരെ കാണേണ്ട പോലെ കാണണമെന്നും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നുമായിരുന്നു ശബ്ദ സന്ദേശം. വിവാദം ബാറുടമകളെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി. ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പ്രഖ്യാപിക്കാനിരുന്ന ഇളവുകൾ പോലും സർക്കാർ വേണ്ടെന്ന് വെച്ചേക്കുമെന്ന് വാർത്തകൾ കൂടി വന്നതോടെയാണ് അനിമോന്റെ ചുവടുമാറ്റം. സംഘടനയ്ക്ക് തിരുവനന്തപുരത്ത് കെട്ടിടവും സ്ഥലവും വാങ്ങാനാണ് താൻ പണപ്പിരിവിന് നിർദ്ദേശിച്ചതെന്ന വിശദീകരണം. ബിൽഡിംഗ് ഫണ്ടിന് ഇടുക്കി ജില്ല സഹകരിക്കുന്നില്ലെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു. പുതിയ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് സസ്പെൻഡ് ചെയ്തെന്ന് അറിയിച്ചു. തുടർന്നുണ്ടായ പ്രത്യേക മാനസികാവസ്ഥയിൽ അയച്ച ശബ്ദ സന്ദേശമാണ് തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയതെന്ന് അനിമോൻ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. താൻ ഒളിവിലല്ലെന്നും അനിമോൻ വ്യക്തമാക്കി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് V. സുനിൽകുമാർ വിവാദത്തിന് പിന്നാലെ പ്രതികരിച്ച അതേ കാര്യം തന്നെയാണ് അനിമോനും ഇപ്പോൾ ആവർത്തിക്കുന്നത്. 24 തിരുവനന്തപുരം. ബാർക്കോഴ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF. എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കാനും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയേക്കും. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ശുപാർശ തൽക്കാലം പരിഗണിക്കില്ല. അതിനിടയിൽ എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രാഥമിക അന്വേഷണം നടത്താനാണ് തീരുമാനം. എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിന് പുറമെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കൂടി വിവാദത്തിലേക്ക് വലിച്ചിടുകയാണ് UDF. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രി എന്നാണ് UDFന്റെ വാദം. വിഷയത്തിൽ 2 മന്ത്രിമാരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന് UDF കൺവീനർ MM ഹസൻ. ബാർ നയത്തിൽ മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ ഡ്രൈ ഡേ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടതും
ബാറുകളുടെ സമയം 12 മണി വരെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ്. 2 മന്ത്രിമാര് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് ഇതേക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെടുകയാണ്. 8 വർഷമായി അധികാരത്തിലില്ലാത്തതിന്റെ പ്രശ്നമാണ് UDF നേതാക്കളെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മറുപടി. വളരെ വ്യക്തമായി എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. UDFിലെ ചില നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം 8 വർഷമായിട്ട് അധികാരത്തിലില്ലാത്തതിന്റെ പ്രശ്നമാണ്. അതിനിപ്പോൾ ചികിത്സ നൽകാൻ ഞങ്ങൾക്ക് പറ്റില്ല. ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള നടപടിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയാണ്. ഡ്രൈ ഡേ ഒഴിവാക്കണം, ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ ഇളവ് വേണമെന്നീ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ തൽക്കാലം പരിഗണിക്കേണ്ട എന്നാണ് സർക്കാർ നിലപാട്. KCBCയും സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പുതിയ ബാർക്കോഴ വിവാദം മാധ്യമ സൃഷ്ടിയെന്ന് ആവർത്തിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മദ്യനയം ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല, നയപരമായ തീരുമാനവും എടുത്തിട്ടില്ലെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, ഇല്ലില്ല, ഒരു ചർച്ച നടക്കണമെങ്കിൽ നയപരമായ തീരുമാനം എടുക്കട്ടെ. നയപരമായ തീരുമാനം എടുത്താലേ ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സമീപനം ഗവൺമെൻറ് സ്വീകരിക്കാനാവുള്ളൂ. അപ്പോൾ അടുത്ത വർഷം ചർച്ച ചെയ്തിട്ടില്ല, CPIM ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ ഒരു വാർത്ത സൃഷ്ടിക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ചർച്ച നടത്തുക, എന്നിട്ട് അതിൻ്റെ മേലെ തന്നെ പോവുക. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വാർത്ത സൃഷ്ടിക്കുന്നു, നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കോളൂ, നിങ്ങൾ തന്നെ മുന്നോട്ടേക്ക് പോയിക്കോളുക, അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്താൻ നോക്കണ്ട എന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞാണ്, ഇതിലും അത് തന്നെയാണ് പറഞ്ഞത്. എക്സൈസ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് VPP മുസ്തഫയെ മാറ്റിയത് ബാർ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധം കാരണമെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. ആരോപണം നിഷേധിച്ച VPP മുസ്തഫ ചെറിയാൻ ഫിലിപ്പിനെതിരെ രംഗത്തെത്തി. ബാർക്കോഴയെ ചൊല്ലി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇരുവരും ഏറ്റുമുട്ടിയത്. എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം VPP മുസ്തഫ രാജിവെക്കാനുള്ള കാരണം CPIM വ്യക്തമാക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ്. മുസ്തഫയെ മാറ്റിയതിൽ ദുരൂഹതയുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് മുസ്തഫ രാജിവെച്ചതെന്നായിരുന്നു പ്രചരണം. എന്നാൽ മലബാറിലെ ചില ബാർ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്നാണ് VPP മുസ്തഫയെ ഒഴിവാക്കിയതെന്ന് CPIM വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു. ഇത് ചർച്ചയായതോടെയാണ് ചെറിയാൻ ഫിലിപ്പിനെ വെല്ലുവിളിച്ച് VPP മുസ്തഫ രംഗത്തെത്തിയത്. ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ചെറിയാൻ ഫിലിപ്പ് അതപ്പതിച്ചു. തന്നെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും ഇപ്പോഴും താൻ CPIMൽ വിവിധ ചുമതലകൾ വഹിക്കുന്നെന്നും മുസ്തഫ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർലമെന്ററി മോഹം വെച്ചു പുലർത്തുന്ന ബിഷാം ദേഹി ആരെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച് VPP മുസ്തഫ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ ചെറിയാൻ ഫിലിപ്പിനെ വെല്ലുവിളിച്ചു. 24 കാസർഗോഡ്. പിടിമുറുക്കുന്ന മാഫിയ. ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് അവയവ കച്ചവടത്തിന് നിർബന്ധിച്ചെന്ന് ആദിവാസി യുവതിയുടെ വെളിപ്പെടുത്തൽ. കണ്ണൂർ നെടുമ്പോയിൽ സ്വദേശിയായ യുവതിയെ 9 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് അവയവദാനത്തിന് നിർബന്ധിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ. അവയവ വിൽപ്പനയിൽ നിന്ന് പിന്മാറിയതോടെ വധഭീഷണിയുമെന്നും യുവതി 24നോട് പ്രതികരിച്ചു. പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അവയവ കച്ചവടത്തിനായി ആദ്യം ഇടനിലക്കാർ സമീപിച്ചത് പേരാവൂർ നെടുമ്പോയിൽ സ്വദേശിനിയായ യുവതിയുടെ ഭർത്താവിനെ. 8 വർഷം മുൻപ് 6 ലക്ഷം രൂപയ്ക്ക് ഭർത്താവ് വൃക്ക വിൽപ്പന നടത്തിയെന്ന് യുവതി പറയുന്നു. 1.5 വർഷം മുൻപ് ഇതേ ഇടനിലക്കാരൻ വീണ്ടുമെത്തി 29കാരിയെ വൃക്ക ദാനം ചെയ്യാൻ നിർബന്ധിച്ചു. 9 ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്തു. അപ്പോൾ ബെന്നി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കിഡ്നിൻ്റെ ഏജന്റാണ്. ആ ഏജന്റാണ് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചിട്ട് പറയുന്നത്, മാനസിൻ്റെ കിഡ്നി എടുക്കാം, പിന്നെ 9 ലക്ഷം രൂപ തരാം. 9 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എൻ്റെ കെട്ടിൻ്റെ ഭീഷണിയായിരുന്നു. ആ ഭീഷണി ഞാൻ അയാൾ പറഞ്ഞതെല്ലാം അനുസരിച്ച് കേട്ടു. യുവതിയെ ആലുവയിലെത്തിച്ച് താൽക്കാലിക മേൽവിലാസമുണ്ടാക്കി. വൃക്ക കൈമാറ്റത്തിനുള്ള രേഖകളെല്ലാം തരപ്പെടുത്തി. ടെസ്റ്റുകളും പൂർത്തിയാക്കി. സർജറിക്കുള്ള ഡേറ്റ് നിശ്ചയിച്ചതിന് പിന്നാലെ യുവതി പിന്മാറി. ഇതോടെ ഭീഷണി. കണ്ണൂർ ജില്ലയിലെ ആൾക്കാർ തന്നെയാണെന്ന് പറയാം. കുറേ ആൾ പറയാം, ഇങ്ങുള്ള ആൾക്കാർ കുറേ ഉണ്ട്. ഈ പ്രശ്നം പുറത്തിറങ്ങിയാൽ പിന്നെ ബെന്നി വിളിക്കാറുമില്ല, കണ്ടിട്ടുമില്ല. ഒരാളെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അവരുടെ അടുത്ത് വാങ്ങുന്നത് ചിലപ്പോൾ ഒരു ലിവർ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് 50 ലക്ഷം രൂപ വാങ്ങും. ആ 50 ലക്ഷം രൂപ വാങ്ങിയ ലിവർ കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കും, ബാക്കി ഇവന്. യുവതി 1.5 മാസം മുൻപ് പരാതി നൽകിയെങ്കിലും പോലീസ് അനങ്ങിയില്ല. വിവാദമായതിന് പിന്നാലെ പേരാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി.
കർശനമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ്. മിഥുൻ ചത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. കൊച്ചി അവയവക്കടത്തിന്റെ മറവിൽ ലൈംഗിക പീഡനവും. യുവതിയുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവയവക്കടത്ത് സംഘത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഇന്നലെ പിടിയിലായ സജിത്ത് ശ്യാം എന്നാണ് കണ്ടെത്തൽ. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. പ്രതി സജിത്ത് ശ്യാമിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. വൃക്കക്കച്ചവടം നടത്തിയ യുവതിയാണ് പീഡനത്തിനിരയായത്. പണം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് അന്വേഷണം തുടങ്ങി. എന്നാൽ നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ഈ കേസിന് ബന്ധമില്ലെന്നാണ് എറണാകുളം റൂറൽ SP പ്രതികരണം. ഇന്നലെ പിടിയിലായ സജിത്തും സാബിത്തും തമ്മിൽ കോടികളുടെ സാമ്പത്തിക ഇടപാട് നടന്നെന്നാണ് കണ്ടെത്തൽ. അത് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നല്ല കുറച്ച് ക്ലൂ ഉണ്ട്, കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി. സാബിത്തിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ആവശ്യമെങ്കിൽ ബംഗളൂരുവിലും ഹൈദരാബാദിലും പരിശോധന നടത്തും. കേസന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറുന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല. അവയവക്കടത്ത് സംഘത്തിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. പരാതിക്കാരെ കണ്ടെത്താനുള്ള ശ്രമവും ഊർജിതമാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം അങ്കമാലിയിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിന് തീപിടിച്ചു. 9 മണിയോടെയാണ് സംഭവം. ഉടമ ബൈക്ക് നിർത്തി കടയിൽ കയറിയ സമയത്താണ് തീപിടുത്തമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. സാങ്കേതിക തകരാറെന്ന് വിശദീകരണം. യാത്രക്കാർക്ക് പകരം സംവിധാനമൊരുക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ. പുതിയ ബാർകോഡ് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി വിജയന്റെ 2016 ഫേസ്ബുക്ക് കുറിപ്പ് ഓർമ്മിപ്പിച്ചാണ് പരിഹാസം. പുതിയ വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള 1 മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം അടുത്ത ആഴ്ച മുതൽ. ധനവകുപ്പ് 900 കോടി രൂപ അനുവദിച്ചു. ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യും. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ഒരു പെരിയാറും കുറേ റിപ്പോർട്ടുകളും. മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ പെരിയാറിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യമെന്ന് മത്സ്യസമുദ്ര പഠന സർവകലാശാലയുടെ പഠന റിപ്പോർട്ട്. രാസമാലിന്യത്തിന്റെ സ്രോതസ് കണ്ടെത്താൻ വിശദമായ പരിശോധന വേണമെന്നും കുഫോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. പെരിയാറിലേക്ക് അനധികൃതമായി മാലിന്യമൊഴുക്കിയ അലയൻസ് മറൈൻ പ്രോഡക്ട്സ് എന്ന കമ്പനി അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകി. പെരിയാറിൽ വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. മത്സ്യക്കുരുതിക്ക് കാരണമായത് മുന്നറിയിപ്പില്ലാതെ റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ഷട്ടർ ഉയർത്തിയതാണെന്ന് ബോർഡ് കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ കുഫോസ് പഠന റിപ്പോർട്ടിൽ പെരിയാറിലെ വെള്ളത്തിൽ അമോണിയം, സൾഫേറ്റ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇത് വ്യവസായശാലകളിൽ നിന്ന് എത്തിയതാണെന്നതിൽ സ്ഥിരീകരണമില്ല. ചത്ത മീനുകളുടെ ആന്തരിക അവയവ പരിശോധനാ ഫലം കൂടി വന്ന ശേഷമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. 5 കോടി രൂപയുടെ നഷ്ടം കർഷകർക്കുണ്ടായതായാണ് ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട്. സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കും. ഇന്ന് റിപ്പോർട്ട് ഇന്ന് തന്നെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെ പ്രോട്ടോകോൾ വെരിഫിക്കേഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് തന്നെ അത് ബന്ധപ്പെട്ട ആളുകളുമായി കൂടി ചർച്ച ചെയ്ത് അവരത് ഫൈനലൈസ് ചെയ്യും. റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കും. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകന്റെ പരാതിയിൽ ഏലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പെരിയാറിനും ചിത്രപ്പുഴയ്ക്കും പിന്നാലെ കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നുണ്ട്. കുഫോസിൽ നിന്നുള്ള വിദഗ്ധ സംഘം സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചു. 24 കൊച്ചി. എറണാകുളം മരട് കുണ്ടന്നൂരിൽ കായലിൽ മീനുകൾ ചത്തുപൊങ്ങി. മത്സ്യകർഷകർ കൂട് കെട്ടി വളർത്തിയ മീനുകൾ ഉൾപ്പെടെയാണ് ഇന്നലെ രാത്രി മുതൽ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. കാരണം വ്യക്തമായിട്ടില്ല. കുഫോസിൽ നിന്നുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തി വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. മത്സ്യകർഷകർ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിൽ വ്യക്തമാക്കി. കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത വിനോദസഞ്ചാരികളുടെ കാർ തോട്ടിൽ വീണു. ഹൈദരാബാദ് സ്വദേശികളായ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റോഡിൽ സൈൻ ബോർഡുകൾ ഇല്ലാതിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. മൂന്നാറിൽ നിന്നും കുമരകം വഴി ആലപ്പുഴയ്ക്ക് പോകാൻ എത്തിയതായിരുന്നു ഹൈദരാബാദ് സ്വദേശികളായ 4 വിദ്യാർത്ഥികൾ. ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു യാത്ര.
മാഞ്ഞൂർ കവല വഴി കുറുപ്പന്തറ കടവിന് സമീപം എത്തിയപ്പോൾ വഴിതെറ്റി കാറ് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ശക്തമായ ഒഴുക്കിൽപ്പെട്ടതോടെ ഡിക്കി തുറന്ന് 4 പേരും രക്ഷപ്പെട്ടു. കുറുപ്പന്തറ കടവിന് സമീപത്തെ വളവിൽ ദിശാബോർഡുകൾ ഇല്ലാതിരുന്നതാണ് അപകടത്തിന് കാരണമായത്. മണിക്കൂറുകൾ നീണ്ട നാട്ടുകാരുടെ പരിശ്രമത്തിനൊടുവിലാണ് വാഹനം കരയ്ക്ക് കയറ്റിയത്. സമാനമായ അപകടങ്ങൾ പതിവെന്ന് നാട്ടുകാർ. You only saying, you people only saying third car is fallen in the lake. How at least the government has to take the actions now, serious actions now. Now we, by God's grace, we safely alive. In case any issues has been happened, where we should go? ഹൈദരാബാദിൽ MBBS-നും BBA-ക്കും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കടുത്തുരുത്തി പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ദിശാബോർഡുകൾ സ്ഥാപിക്കുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച തോമസ് ചാഴികാടൻ MP പറഞ്ഞു. ഗൂഗിൾ മാപ്പ് നോക്കി വഴി കണ്ടുപിടിച്ച് യാത്ര ചെയ്യുന്നതാണ് നമ്മുടെ പുതിയ ശീലം. ദുർഘടമായ വഴികളിൽ ഗൂഗിൾ മാപ്പ് സഹായിക്കുന്നുമുണ്ട്. എന്നാൽ കണ്ണടച്ചതിനെ വിശ്വസിക്കാമോ? പ്രത്യേകിച്ച് മഴക്കാലത്ത്. മാപ്പിന്റെ സഹായത്തോടെയുള്ള യാത്രയിൽ ജാഗ്രത വേണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകുന്നത്. പുതിയ കാലത്തിന്റെ രീതിയാണ് ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള യാത്ര. അപരിചിതമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് ഒരു പരിധിവരെ സഹായിക്കുമെന്നതിൽ സംശയവുമില്ല. പക്ഷേ പ്രതികൂല കാലാവസ്ഥയും സാങ്കേതിക തടസ്സവും അടക്കമുള്ള കാര്യങ്ങൾ എത്തിയാൽ ഗൂഗിൾ മാപ്പ് ചതിക്കാനും സാധ്യതയുണ്ട്. ഗൂഗിൾ മാപ്പിന്റെ വഴികൾ എപ്പോഴും സുരക്ഷിതമല്ല. പ്രത്യേകിച്ച് മഴയും മഞ്ഞുമുള്ള കാലാവസ്ഥയിൽ മാപ്പ് വഴി തെറ്റിച്ചെന്നിരിക്കും. ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് വഴിതെറ്റി അപകടമുണ്ടായി മരണം സംഭവിച്ചതും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയം കുറുപ്പന്തറയിൽ മാപ്പ് നോക്കി സഞ്ചരിച്ച വിദ്യാർത്ഥികൾ തോട്ടിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായെന്നതാണ് ഇന്നത്തെ വാർത്ത. വലിയ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. എന്നാൽ എല്ലാ തവണയും അപകടങ്ങളിൽ ഭാഗ്യം രക്ഷകനാകണമെന്നില്ല. പതിയിരിക്കുന്ന ഇത്തരം അപകടങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിട്ട് യാത്ര പോയിക്കൊണ്ടിരുന്ന ഒരു കാറിലെ യാത്രികർ അബദ്ധവശാൽ ഒരു പുഴയിൽ വീഴുകയും അതിലുള്ള 2 യുവ ഡോക്ടർമാർ മരണപ്പെടുകയും ചെയ്ത വളരെ ദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ വായിച്ചത്. നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചിട്ടാണ് പല യാത്രകളും പോകുന്നത്. വളരെ സൗകര്യപ്രദവുമാണ്. പക്ഷേ നമ്മളതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാത്ര സേഫായിട്ട് മാറ്റാൻ പറ്റും. ട്രാഫിക് കുറവുള്ള റോഡുകളെ മാപ്പിന്റെ അൽഗോരിതം എളുപ്പമെത്തുന്ന വഴിയായി കാണിക്കാറുണ്ട്. എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ എപ്പോഴും സുരക്ഷിതമല്ല. തോടുകൾ കവിഞ്ഞൊഴുകിയും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും യാത്ര സാധ്യമല്ലാത്ത റോഡുകളിലും വീതി കുറഞ്ഞതും സുഗമ സഞ്ചാരം സാധ്യമല്ലാത്ത അപകടങ്ങൾ നിറഞ്ഞ നിരത്തുകളിലും തിരക്ക് കുറവുള്ളതിനാൽ ഗൂഗിളിന്റെ അൽഗോരിതം അതിലേക്ക് നയിച്ചേക്കാം. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കില്ലെന്ന് മാത്രമല്ല, അപകടങ്ങളിൽ കൊണ്ടുചെന്ന് ചാടിക്കാം. യാത്രക്കിടയിൽ GPS നഷ്ടപ്പെടുന്നതും വഴി തെറ്റിക്കാം. സിഗ്നൽ നഷ്ടപ്പെടുന്ന റൂട്ടുകളിൽ ആദ്യമേ റൂട്ടുകൾ ഡൗൺലോഡ് ചെയ്തിടുന്നതും നന്നാകും. മാപ്പിലെ യാത്രാരീതി മാറി തിരഞ്ഞെടുക്കുന്നതും വഴിതെറ്റാൻ കാരണമാകുന്നുണ്ട്. 2 വീലർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ 4 വീലർ പോകണമെന്നില്ല. അതിലും വേണം ശ്രദ്ധ. ഒരിക്കൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്ത് വഴിതെറ്റിയാൽ ഗൂഗിൾ മാപ്പിന്റെ ഒരു സംവിധാനമുണ്ട്, കോൺട്രിബ്യൂട്ട് എന്നൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ ആഡ് പ്ലേസ് എന്നൊരു ഓപ്ഷൻ എത്തും. അതിൽ തെറ്റിയ വഴി ആഡ് ചെയ്യാം. പിന്നീട് വരുന്ന യാത്രക്കാർക്ക് അത് തുണയാകുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. സംശയമുണ്ടെങ്കിൽ വഴി യാത്രക്കാരോട് ചോദിക്കാം, അല്ലെങ്കിൽ സാധ്യമായ മറ്റു വഴികൾ തേടാം. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ബ്രോങ്കോളജിയുടെ ഇന്റർവെൻഷൻ ശ്വാസകോശ വിദഗ്ധരുടെ 26ാം ദേശീയ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരാശിക്ക് ഗുണമാകുന്ന ഏത് നൂതന സംവിധാനവും അർത്ഥവത്താകുമെന്ന് ഗവർണർ പറഞ്ഞു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിന് മുന്നോടിയായി വെള്ളിയാഴ്ച 6 ശില്പശാലകൾ നടന്നു. കുട്ടികളുടെ ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക സെഷൻ നാളെ നടക്കും. ഇന്ത്യയിലെയും വിദേശത്തെയും 1000-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെടുന്നവർക്കുള്ള ഹജ്ജ് ക്യാമ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. 200 പേർക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും മന്ത്രി അറിയിച്ചു.